നിങ്ങൾക്കറിയുമോ ഏറ്റവും റിസ്കി ഫാക്ട് എന്താണെന്ന്? നമ്മൾ ഓരോ മാസവും അതികഠിനമായി അധ്വാനിക്കും. അതിൽ നിന്നും ഒരു തുക മിച്ചം പിടിച്ച് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഏതാനും വർഷം കഴിയുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് വെറും 6,000 രൂപയുടെ മാത്രം മൂല്യമായി മാറുന്നു. കാരണം എന്താണ്? പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പലർക്കും ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻഫ്ലേഷനെ മറികടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ റിസ്കിയാണ്. അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ഉള്ള പൈസ കളയണോ? അതുമല്ല, ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മറ്റു ചിലരുടെ പ്രശ്നം, ഇത് പല വീഡിയോസും കണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പല പല ആശങ്കകളും നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ബാക്കിലേക്ക് വലിക്കുന്നുണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നു, അതാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന റിസ്ക്. ഷെയർ മാർക്കറ്റ് റിസ്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഷെയർ മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ആ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് മെച്ചപ്പെട്ട ഒരു സമ്പാദ്യം ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ അറിയേണ്ടതും. അതിന് അധികം എക്സ്പേർട്ടൊന്നും ആകണമെന്നില്ല. നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശവും ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. നിങ്ങൾക്ക് മികച്ച ഒരു മാർഗനിർദ്ദേശവും ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം നൽകാൻ ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആശങ്കകളില്ലാതെ കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഞാൻ രമ്യ, ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ആശങ്കകൾ ഉണ്ടെങ്കിലോ എന്ത് സഹായത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഏത് വരുമാനക്കാരാവട്ടെ, നിങ്ങൾക്ക് ആശങ്കകളില്ലാതെ ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വരാനും അതിനു വേണ്ട